ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ അത് അടിപൊളിയായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ആനുവൽ എക്സാം ഇതാ ഇങ്ങ് അടുത്തെത്തിയല്ലേ. അപ്പോൾ അക്ഷരഗണിതം അഥവാ ലെറ്റർ മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താണ് അതിനെ പറ്റി പറയുന്നത്, അതുകൂടാതെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ളൊരു കുട്ടി വീഡിയോ ആണ് മിസ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാല്ലേ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 4 centimeter, 6 centimeter and 8 centimeter. ഒരു ത്രികോണം ഉണ്ട്. ത്രികോണം ഒരു ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ സൈഡുകൾ നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, അതേപോലെ 8 സെന്റിമീറ്റർ. വശങ്ങളുടെ നീളം ഇപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാലേ ഒരു ത്രികോണം അഥവാ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ സൈഡുകൾ എന്ന് പറയുന്നത് 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, അഥവാ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഈ വശങ്ങളെയൊക്കെ നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ. സോ ചുറ്റളവ് അഥവാ പെരിമീറ്റർ is equal to 8 centimeter plus 6 centimeter plus 4 centimeter. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? യെസ്, 6ഉം 4ഉം എന്ന് പറയുന്നത് 6 + 4 10 ആണ്. 10 + 8 എന്ന് പറയുന്നത് 18 ആണ്. 18 സെന്റിമീറ്റർ അഥവാ 18 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത നമ്മുടെ ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, വശങ്ങളുടെ നീളം ABC എന്നും ചുറ്റളവ് P എന്നും എടുത്താൽ ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെ പറയാം? ഡിനോട്ടിംഗ് ദ ലെങ്ത്സ് ഓഫ് സൈഡ്സ് ആസ് A, B, C and perimeter as P. How do we write the relation between them എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഇപ്പൊ നേരെ തിരിച്ച് മിസ് ചോദിക്കുകയാണ്. ഇവിടെ 8 എന്നുള്ളതിന് പകരം നമുക്ക് തന്നു A ആണെന്നും 6 എന്നുള്ളതിന് പകരം നമുക്ക് തന്നു V ആണെന്നും 4 എന്ന് പകരം നമുക്ക് തന്നു C ആണെന്നും. അങ്ങനെയെങ്കിൽ ഇവരുടെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ തന്നിരിക്കുന്നത് കൂട്ടിയാൽ മതി അല്ലേ. എയും ബിയും സിയും ആഡ് ചെയ്താൽ മതി, നമുക്ക് പെരിമീറ്റർ കിട്ടും അല്ലേ. അത്രേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പെരിമീറ്ററിനെ P എന്ന് എഴുതാനും നമ്മളോട് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതൂടാ? P is equal to A plus B plus C എന്ന് എഴുതാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ ചാപ്റ്റർ ഉള്ളൂ. നമ്മുടെ ലെറ്റർ മാത്ത് അഥവാ അക്ഷരഗണിതം എന്ന് പറഞ്ഞ ചാപ്റ്റർ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മിസ് ഇപ്പൊ കാണിച്ച ഒരു ചോദ്യം, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ചോദ്യവും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. മക്കളെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാണ്. ഇവിടെ നോക്കിക്കേ, ഇടത്തെ കോണിന്റെ അളവ് L ഡിഗ്രി അല്ലെ. ഇത് L ഡിഗ്രിയും ഇത് R ഡിഗ്രിയും ആണെങ്കിൽ ഇവർ തമ്മിലൊരു ബന്ധം നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? ഈ രണ്ട് ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. ഓർമ്മയില്ലേ, നമ്മൾ പഠിച്ച സാധനമാണ്. സോ L ഡിഗ്രി പ്ലസ് R ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ചോദ്യം മാത്രം പോരാ, ഒരു ചെറിയ അറിവ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ആണ് കിട്ടാൻ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ സാധനം ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ അക്ഷരഗണിതം അഥവാ ലെറ്റർ മാത്ത് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അപ്പൊ ഒരു ചോദ്യം കൂടെ മിസ് തരികയാണ്. ആ ചോദ്യം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. സോ നോക്കിക്കേടാ, ഇതാണ് നമുക്ക് നമ്മുടെ ചിന്നുകുട്ടി എന്ത് ചെയ്യാന്നറിയോ, ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. മാച്ച് സ്റ്റിക്സ് വെച്ചിട്ട് ട്രയാങ്കിൾസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര മാച്ച് സ്റ്റിക്കുകളാണ് വേണ്ടത്? എത്ര തീപ്പെട്ടിക്കൊള്ളികൾ വേണം ഒരു ത്രികോണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ഇതൊരു തീപ്പെട്ടിക്കൊള്ളി, ഇതൊരു തീപ്പെട്ടിക്കൊള്ളി, ഇതൊരു തീപ്പെട്ടിക്കൊള്ളി. 3 തീപ്പെട്ടിക്കൊള്ളികളാണ് വേണ്ടത് അല്ലെ. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ അഥവാ ഒരു ത്രികോണം ഉണ്ടാക്കാൻ 3 മാച്ച് സ്റ്റിക്സ് ആണ് നമുക്ക് വേണ്ടത്. 3 മാച്ച് സ്റ്റിക്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. 3 മാച്ച് സ്റ്റിക്സ്. യെസ്, സെറ്റ് ആണ്. 3 മാച്ച് സ്റ്റിക്സ് വേണം. അങ്ങനെയെങ്കിൽ 2 ഉണ്ടാക്കാൻ നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത്? 2 ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 3 എത്ര എണ്ണം വരും? 6 എണ്ണം വേണം. അഥവാ 3 into 2 നമ്മൾ ചെയ്യും അല്ലേ. 3 into 2 നമ്മൾ ചെയ്യും. 3 എണ്ണം വേണമെങ്കിലോ 3 into 3 ചെയ്യും. 4 എണ്ണം വേണമെങ്കിൽ 3 into 4 നമ്മൾ ചെയ്യും അല്ലെ. നമ്മളോട് ഇനി ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, മക്കളെ മിസ് കാണിച്ചുതരാം. അപ്പൊ ഒരു ട്രയാങ്കിളിന് വേണ്ടത് 3 മാച്ച് സ്റ്റിക്കുകളാണ്. 2 ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് കിട്ടും. 2 ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് എത്ര വേണ്ടത്? 3 into 2 that is equal to 6. അതായത് 6 മാച്ച് സ്റ്റിക്കുകൾ അഥവാ 6 തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാന്നാ പറയുന്നത്? 3 ട്രയാങ്കിൾ അല്ല 2 ട്രയാങ്കിളും
അല്ലെ 2 into 3 എന്ന് എഴുതാം. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നത്? ഇത് ടോട്ടൽ മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം, ഈ 2 എന്ന് പറയുന്നത് ട്രയാങ്കിളുകളുടെ എണ്ണം, ഈ 3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളിന് വേണ്ട മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണവുമാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ ഒരു ചോദ്യം. ത്രികോണങ്ങളുടെ എണ്ണം T എന്നും കോലുകളുടെ എണ്ണം M എന്നും എഴുതിയാൽ T എന്ന സംഖ്യയും M എന്ന സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാ ചോദിച്ചത്. ത്രികോണങ്ങളുടെ എണ്ണം T കേട്ടോ, ട്രയാങ്കിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് T. ഇതല്ലേ ട്രയാങ്കിൾസിന്റെ എണ്ണം T. പിന്നെന്താ പറഞ്ഞത്? കോലുകളുടെ എണ്ണം M എന്നും എഴുതിയാൽ M കോലുകളുടെ എണ്ണം, ടോട്ടൽ കോലുകളുടെ എണ്ണം എത്രയാണ്? M ആണ്. M is equal to T into 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അഥവാ ഇതിനെ നമുക്ക് ഒന്നും കൂടെ M is equal to 3T എന്ന് നമുക്ക് T into 3 എന്ന് എഴുതണം. M is equal to 3T എന്ന് എഴുതുന്നതും സെയിം ആണ്. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ലെക്ചർ മാത്ത് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.